നിങ്ങളുടെ വീട്ടിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പണം സൂക്ഷിക്കുന്ന ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നുണ്ടാകാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തികച്ചും നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരിക്കലും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദൗർലഭ്യത്തിന്റെ ചക്രം സൃഷ്ടിക്കുന്നുണ്ടാകാം. പുരാതന ബുദ്ധമത പ്രബോധനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങൾ പണത്തിന്റെ പോസിറ്റീവ് ഊർജ്ജത്തെ ചോർത്തിക്കളയുകയും സമൃദ്ധിയെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയെ അപകടത്തിലാക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല, ഇതൊരു അടിയന്തര മുന്നറിയിപ്പാണ്. ഈ തെറ്റുകൾ നിങ്ങൾ തുടർന്നാൽ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ഭാവിയെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പണം ഒളിപ്പിച്ചു വെച്ചേക്കാവുന്ന ഈ 7 സ്ഥലങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ഇത് നിങ്ങളുടെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും സാധ്യതകളെ തകർക്കുന്നു. ഇത് തിരുത്താൻ നിങ്ങൾ വൈകുന്ന ഓരോ മിനിറ്റും ഇതുവരെ നിങ്ങൾ കെട്ടിപ്പടുത്തതെല്ലാം അപകടത്തിലാക്കുകയാണ്. എന്നാൽ വിഷമിക്കേണ്ട, കാര്യങ്ങൾ അനുകൂലമാക്കാൻ ഇനിയും സമയമുണ്ട്. ഈ അപകടകരമായ സ്ഥലങ്ങൾ ഒഴിവാക്കുകയും ഞാൻ വെളിപ്പെടുത്താൻ പോകുന്ന ബുദ്ധമത പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഫലമായി നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മുമ്പെങ്ങുമില്ലാത്ത വിധം അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും. ഇത് അവസരങ്ങളിലേക്കും സുരക്ഷിതത്വത്തിലേക്കും വളർച്ചയിലേക്കും വാതിലുകൾ തുറക്കും. ഓർക്കുക, സമൃദ്ധി ആരംഭിക്കുന്നത് ചെറിയ പ്രവൃത്തികളിൽ നിന്നാണ്. ഈ വീഡിയോ നിങ്ങൾ കാത്തിരുന്ന ഒരു വഴിത്തിരിവായി മാറിയേക്കാം. ഇനി നമ്മൾ മുന്നോട്ടു പോകുന്നതിന് മുൻപ് ഈ വിലപ്പെട്ട അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം ഉള്ളടക്കങ്ങൾ തുടർന്നും ലഭിക്കാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കാന്തം സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ആകർഷിക്കുന്നതിനായി മണി എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വീട് നമ്മുടെ ഊർജ്ജത്തിലും സാമ്പത്തികത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെ നമ്മൾ കുറച്ചു കാണും. ബുദ്ധമത പ്രബോധനങ്ങൾ നമ്മെ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിലെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഊർജ്ജമുണ്ടെന്നാണ്. അത് നമ്മുടെ സമൃദ്ധിയെ നേരിട്ട് ബാധിക്കും. പണത്തിന്റെ കാര്യത്തിൽ നമ്മളത് എങ്ങനെ സൂക്ഷിക്കുന്നുവെന്നും അത് സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും സമൃദ്ധിയുടെയോ ദൗർലഭ്യത്തിന്റെയോ അന്തരീക്ഷം സൃഷ്ടിക്കും. ഈ ആശയം ചിലർക്ക് അബ്സ്ട്രാക്റ്റായി തോന്നാമെങ്കിലും നമ്മുടെ ഭൗതിക ക്ഷേമത്തെ ആത്മീയതയുമായി ബന്ധിപ്പിക്കുന്ന പുരാതന ജ്ഞാനത്തിൽ ഇതാഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. പുരാതന കാലം മുതൽ ബുദ്ധമത പ്രബോധനങ്ങൾ സമൃദ്ധി ആകർഷിക്കുന്നതിനായി പ്രപഞ്ചവുമായി നമ്മുടെ ഊർജ്ജത്തെ വിളഞ്ഞം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നുണ്ട്. ഈ വിളഞ്ഞം കൈവരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് നമ്മുടെ വീട്ടിലെ സ്ഥലങ്ങളെ പരിപാലിക്കുക എന്നത്. ഉദാഹരണത്തിന്, പല പൗരസ്ത്യ സംസ്കാരങ്ങളിലും അന്തരീക്ഷത്തിലെ ഊർജ്ജത്തെ യോജിപ്പിലാക്കാൻ ഫെങ്ഷു എന്ന രീതി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധമതവും സമാനമായ പ്രബോധനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവും ഒഴുക്കുള്ളതുമായ ഊർജ്ജം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അവഗണിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ ഒഴുക്കിനെ നമ്മൾ തടയുകയായിരിക്കും ചെയ്യുന്നത്. നല്ല സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരുന്നിട്ടും പണം തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിലെ തെറ്റായ സ്ഥലങ്ങളിൽ പണം സൂക്ഷിക്കുന്നത് സമൃദ്ധിയെ അകറ്റുകയും ദൗർലഭ്യത്തെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജമണ്ഡലം സൃഷ്ടിക്കും. പ്രായോഗികമോ സുരക്ഷിതമോ എന്ന് കരുതുന്ന ഈ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ പോസിറ്റീവ് ഊർജ്ജത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം. നമ്മുടെ ചുറ്റുപാടുകളുടെ ഊർജ്ജം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറച്ചു കാണുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് ബുദ്ധമത പ്രബോധനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം നീക്കിവെക്കുക. നിങ്ങളുടെ വീടിന്റെ ഊർജ്ജം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്തുക. പണം സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് വില കൊടുത്തും ഒഴിവാക്കേണ്ട ആ 7 പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്താൻ തയ്യാറാവുക. ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇത് സമൃദ്ധിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വതന്ത്രമായി ഒഴുകാൻ വഴിയൊരുക്കും. ഓർക്കുക, ചേഞ്ച് ആരംഭിക്കുന്നത് അവയർനെസ്സിൽ നിന്നാണ്. ഒരു കൂടുതൽ സമൃദ്ധമായ ഭാവിക്കുള്ള ആദ്യ ചുവടുവെപ്പ് നിങ്ങൾ നടത്താൻ പോകുകയാണ്. സമൃദ്ധി ആകർഷിക്കുന്നതിനായി നിങ്ങളുടെ വീടിന്റെ ഊർജ്ജം വിലഞ്ഞം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കലും പണം സൂക്ഷിക്കാൻ പാടില്ലാത്ത ആ പ്രത്യേക സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്താം. ദോഷമില്ലെന്ന് തോന്നുന്ന ഈ സ്ഥലങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ ചോർത്തിക്കളയുകയും നിങ്ങളറിയാതെ തന്നെ ദൗർലഭ്യത്തെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ടാകാം.
നമുക്കവ ഓരോന്നായി പരിശോധിക്കാം. എന്തുകൊണ്ടാണവ എന്തു വില കൊടുത്തും ഒഴിവാക്കേണ്ടതെന്ന് ബുദ്ധമത പ്രബോധനങ്ങൾ പറയുന്നത് നോക്കാം. മെത്തയ്ക്ക് താഴെ പണം സൂക്ഷിക്കുന്നത് സുരക്ഷിതത്വവുമായും രഹസ്യാത്മകതയുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പഴയതും സാധാരണവുമായ രീതിയാണ്. എന്നിരുന്നാലും ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ പണം സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും മോശം സ്ഥലങ്ങളിലൊന്നാണിത്. മെത്ത എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പങ്ക് ചിലവഴിക്കുന്ന സ്ഥലമാണ്. അത് വിശ്രമത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും സ്ഥലമായിരിക്കണം. നമ്മൾ മെത്തയ്ക്ക് താഴെ പണം വയ്ക്കുമ്പോൾ വിശ്രമത്തിന്റെ വൈബ്രേഷനുകളെ പണത്തെക്കുറിച്ചുള്ള ആശങ്കകളും ആസക്തികളുമായി കലർത്തി ഒരു ഊർജ്ജസ്വലമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അസ്വസ്ഥമായ രാത്രികൾക്കും വലിയൊരു തുക സമ്പാദ്യമുണ്ടെങ്കിൽ പോലും സാമ്പത്തിക അരക്ഷിതത്വത്തിന്റെ നിരന്തരമായ വികാരത്തിനും കാരണമാകും. മാത്രമല്ല, മെത്തയ്ക്ക് താഴെയുള്ള പണം നിരന്തരം സമ്മർദ്ദത്തിലാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ. ഈ പ്രതീകാത്മക ഭാരം പണം ശരിയായി സൂക്ഷിക്കാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഭാരത്തെ പ്രതിനിധീകരിക്കുന്നു. പണം സ്വതന്ത്രമായി ഒഴുകുകയും കൂടുതൽ സമൃദ്ധി ആകർഷിക്കുകയും ചെയ്യുന്നതിന് പകരം അത് കുടുങ്ങിക്കിടക്കുകയും കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജവും ഭാരവുമുള്ളതും കെട്ടിക്കിടക്കുന്നതുമായി മാറുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും അപ്രതീക്ഷിത തടസ്സങ്ങളായും സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ വഴിയിലുള്ള ബ്ലോക്കുകളായും പ്രകടമാകും. വിശ്രമത്തിനുള്ള സ്ഥലമായിരിക്കേണ്ട മെത്ത ഒടുവിൽ ഉത്കണ്ഠയുടെയും പിരിമുറുക്കത്തിന്റെയും സ്ഥലമായി മാറുന്നു. മറ്റൊരു പ്രധാന കാര്യം, മെത്തയ്ക്ക് താഴെ പണമൊളിപ്പിക്കുന്ന പ്രവൃത്തി പലപ്പോഴും അവിശ്വാസത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നതാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ദൗർലഭ്യത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുകയും ചെയ്യും. അവിടെ പണം സൂക്ഷിക്കുന്നത് ഈ വികാരങ്ങളെ നിലനിർത്തുക മാത്രമല്ല, ദിവസേന അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ തവണയും നിങ്ങൾ ഉറങ്ങാൻ തല ചായ്ക്കുമ്പോൾ സമൃദ്ധി ആകർഷിക്കുന്നതിനു പകരം നിങ്ങൾ ദൗർലഭ്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു ചിന്താഗതിയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അവസരങ്ങളെ ഗണ്യമായി പരിമിതപ്പെടുത്തും. മെത്ത എന്നത് ശാരീരികവും മാനസികവുമായ പുനരുജ്ജീവനത്തിനുള്ള ഒരു ആത്മീയ പുതുക്കൽ സ്ഥലമാണ്. അതിനടിയിൽ പണം സൂക്ഷിക്കുന്നത് ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ഇത് വ്യക്തമായ മനസ്സിനും ആരോഗ്യകരമായ സാമ്പത്തിക തീരുമാനങ്ങൾക്കും ആവശ്യമായ ഉന്മേഷദായകമായ വിശ്രമത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. മെത്തയ്ക്കടിയിൽ നിന്ന് പണം മാറ്റുകയും കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെ കെട്ടിക്കിടക്കുന്ന ഈ ഊർജ്ജത്തെ മോചിപ്പിക്കുക മാത്രമല്ല, സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സുഗമമായും സ്വാഭാവികമായും കടന്നുവരാൻ വഴിയൊരുക്കുക കൂടിയാണ്. വീടിന്റെ ഹൃദയഭാഗമായ അടുക്കള പണം സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലമാണെന്ന് പലരും വിശ്വസിക്കുന്നു. അവിടെയാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നതും കുടുംബത്തെ പോഷിപ്പിക്കുന്നതും. ഇരുത്തി ചിന്തിച്ചാൽ നമ്മുടെ സാമ്പത്തിക ജീവിതവും. എന്നിരുന്നാലും ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് അടുക്കളയിൽ, പ്രത്യേകിച്ചൊരു അലമാരയ്ക്കുള്ളിൽ പണം സൂക്ഷിക്കുന്നത് നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അടുക്കള എന്നതൊരു പരിവർത്തനത്തിന്റെ സ്ഥലമാണ്. അവിടെ ഘടകങ്ങൾ സംയോജിപ്പിക്കപ്പെടുകയും ഒരു പുതിയ കാര്യം സൃഷ്ടിക്കാൻ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ അന്തരീക്ഷത്തിൽ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ നിരന്തരം പാകം ചെയ്യുകയോ മാറ്റുകയോ ചെയ്യുകയാണ് എന്നതർത്ഥമാക്കാം. ഇത് അസ്ഥിരതയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണമാകും. അടുക്കളയിലെ അലമാര പ്രത്യേകിച്ച് അടഞ്ഞും ഇരുണ്ടും വിസ്മരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പണം അത്തരമൊരു സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ അത് ഈ ഗുണങ്ങളെ ആഗിരണം ചെയ്യുകയും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒളിപ്പിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്യും. അത് വിനിമയത്തിലിരിക്കുകയും കൂടുതൽ സമൃദ്ധി ആകർഷിക്കുകയും ചെയ്യുന്നതിന് പകരം കെട്ടിക്കിടക്കുന്നതായി മാറുന്നു. ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ കയ്യെത്താത്തതോ ആയ വിഭവങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ കെട്ടിക്കിടക്കൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഫണ്ടുകൾ ആക്സസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകളായും നഷ്ടപ്പെട്ട അവസരങ്ങളായും അപ്രതീക്ഷിത ചെലവുകളായും പ്രതിഫലിക്കാം. അടുക്കള ചൂടുള്ള ഒരുമി പ്രദേശവുമാണ്. അത് പണത്തെ ശാരീരിക മാത്രമല്ല ഊർജ്ജസ്വലമായും ബാധിക്കും. അമിതമായ ചൂട് എടുത്തുചാട്ടത്തെയും അനാവശ്യ ചെലവുകളെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഈർപ്പം ആശയക്കുഴപ്പമുള്ള വികാരങ്ങളെയും അനിശ്ചിതത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ഊർജ്ജങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കടന്നുകയറാനും യുക്തിരഹിതവും വൈകാരികവുമായ സാമ്പത്തിക തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെ അപകടപ്പെടുത്തും. അതുകൊണ്ട് അടുക്കളയിലെ അലമാരയിൽ പണം സൂക്ഷിക്കുന്നത് സമതുലിതമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ തകർക്കുന്ന ഒരു രീതിയാണ്. അവസാനമായി, അടുക്കളയിലെ അലമാര നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് പണം സൂക്ഷിക്കുമ്പോൾ അത് നിങ്ങളുടെ വിഭവങ്ങൾ പെരുകുന്നതിനും കൂടുതൽ സമൃദ്ധി ആകർഷിക്കുന്നതിനും പകരം നിരന്തരം ഉപഭോഗിക്കപ്പെടുകയോ ചോർന്നു പോകുകയോ ചെയ്യുന്നു എന്ന ആശയത്തെ പ്രതിനിധീകരിക്കും. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പണം ഉപയോഗത്തോടെ അപ്രത്യക്ഷമാകുന്ന ഭക്ഷണം പോലെ ബാഷ്പീകരിക്കപ്പെടുന്നതായി തോന്നാം. പണത്തിന്റെ ഊർജ്ജം ശക്തവും സമൃദ്ധവുമായി നിലനിർത്താൻ അത് പ്രതീകാത്മകമായി ഉപഭോഗിക്കപ്പെടുകയോ ജീർണിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.
ബാത്റൂമിൽ പണം സൂക്ഷിക്കുന്നത് ഒരു അസാധാരണ രീതിയായി തോന്നാം. എന്നാൽ പലരും തങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാത്റൂം ക്യാബിനറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ടോയ്ലറ്റ് ടാങ്കിനുള്ളിൽ പോലെയുള്ള വിവേകപൂർണമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. എന്നിരുന്നാലും ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് പണം സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും മോശം സ്ഥലങ്ങളിലൊന്നാണ് ബാത്റൂം. ബാത്റൂം എന്നത് വിസർജനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും സ്ഥലമാണ്. അവിടെ നമ്മൾ ശരീരത്തിലെയും മനസ്സിലെയും മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടുന്നു. ഈ അന്തരീക്ഷത്തിൽ പണം വയ്ക്കുന്നത് നിങ്ങളുടെ സമൃദ്ധിയെ കഴുകിക്കളയുന്ന അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുന്ന പ്രവൃത്തിയെ പ്രതിപദിപ്പിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒഴുക്കിക്കളയാൻ കാരണമാകും. ഊർജ്ജസ്വലമായി നോക്കിയാൽ ബാത്റൂം ചലിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വൃത്തിയാക്കലിനും ശുദ്ധീകരണത്തിനും മികച്ചതാണ്, എന്നാൽ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വളരെ മോശമാണ്. ഒഴുകുന്ന വെള്ളത്തിന് പണത്തിന്റെ ഊർജ്ജത്തെ കഴുകിക്കളയാൻ കഴിയും. ഇത് നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതെപ്പോഴും നിങ്ങളുടെ കൈകളിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന വികാരം സൃഷ്ടിക്കും. ബാത്റൂമിലെ ഊർജ്ജത്തിന്റെ ഈ നിരന്തരമായ ചലനം പണം സ്ഥിരപ്പെടുന്നതും കുമിഞ്ഞുകൂടുന്നതും തടയും. ഇത് സുരക്ഷിതത്വം കുറഞ്ഞതും അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഉയർച്ച താഴ്ചകൾ മാത്രമുള്ള ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക് നയിക്കും. കൂടാതെ ബാത്റൂം പലപ്പോഴും കുറഞ്ഞ വൈബ്രേഷനുള്ള സ്ഥലമാണ്. ഇത് മാലിന്യ നിർമ്മാർജ്ജനം പോലെയുള്ള സമൃദ്ധിയുമായി പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ പണം സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ അപ്രതീക്ഷിത ചെലവുകൾ പോലെയുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആകർഷിക്കും. അന്തരീക്ഷം നിങ്ങളുടെ സമൃദ്ധിയെ നിരന്തരം വൃത്തിയാക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതുപോലെയാണിത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വൃത്തിയാക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കേണ്ടി വരുന്നതോ ആയ ഒരു വികാരത്തിന് കാരണമാകും. ഒരിക്കലും ഒരു ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. ബാത്റൂം സ്വകാര്യതയുടെ സ്ഥലമാണ്, എന്നാൽ ഊർജ്ജ സംരക്ഷണത്തിന്റെ സ്ഥലമല്ല. അവിടെ പണം ഒളിപ്പിക്കുന്ന പ്രവൃത്തി ഭയവുമായും അരക്ഷിതത്വവുമായും ബന്ധപ്പെട്ടിരിക്കാം. ഈ വികാരങ്ങൾ സമൃദ്ധിയുമായി ബന്ധപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ബാത്റൂമിൽ പണം സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ പ്രതീകാത്മകമായി ഒറ്റപ്പെടലിന്റെയും ദുർബലതയുടെയും ഒരു സ്ഥലത്താണ് സ്ഥാപിക്കുന്നത്. കൂടുതൽ സമൃദ്ധിയും സാമ്പത്തിക സുരക്ഷിതത്വവും ആകർഷിക്കാൻ ബാത്റൂമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിസർജനത്തിന്റെയും ഒഴുക്കിക്കളയലിന്റെയും ഊർജ്ജങ്ങളിൽ നിന്ന് വളരെ അകലെ സംരക്ഷണവും സ്ഥിരതയും പോസിറ്റീവ് ഊർജ്ജവും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സമീപം അല്ലെങ്കിൽ മൈക്രോവേവിനടുത്തുള്ള ഒരു ഡ്രോയറിൽ പണം സൂക്ഷിക്കുന്നത് സൗകര്യപ്രദമായ ഒരു തിരഞ്ഞെടുപ്പായി തോന്നാം. എന്നാൽ ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്തു വില കൊടുത്തും ഒഴിവാക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പണത്തിന്റെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ തരംഗങ്ങൾ അസ്ഥിരവും പലപ്പോഴും അരാജകവുമായ ഊർജ്ജത്താൽ ചാർജ് ചെയ്യപ്പെട്ടവയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും സാമ്പത്തിക ആശയക്കുഴപ്പത്തിന്റെയും ക്രമക്കേടിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. ഇലക്ട്രോണിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം വേഗതയുള്ളതും അസ്ഥിരവും പലപ്പോഴും തടസ്സപ്പെടുത്തുന്നതുമാണ്. പണം ഈ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ സൂക്ഷിക്കുമ്പോൾ അത് ഈ സവിശേഷതകളെ ആഗിരണം ചെയ്യുന്നു. ഇത് എടുത്തുചാടിയ ചെലവുകൾക്കോ അപകടകരമായ നിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ തിടുക്കമുള്ള സാമ്പത്തിക തീരുമാനങ്ങൾക്കോ കാരണമാകും. സ്ഥിരതയും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം ഇലക്ട്രോണിക്സിന് സമീപം സൂക്ഷിക്കുന്ന പണം ഈ അരാജക ഊർജ്ജത്താൽ ബാധിക്കപ്പെടാം. ഇത് അപ്രതീക്ഷിത നഷ്ടങ്ങളിലേക്കോ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണമില്ലായ്മയുടെ വികാരത്തിലേക്കോ നയിക്കും. മാത്രമല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു സ്രോതസ്സാണ്. അവ പലപ്പോഴും നിയന്ത്രിതമല്ലാത്ത ഉപഭോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ സാമീപ്യം നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെ ദുർബലപ്പെടുത്തും. എടുത്തുചാടിയ ചെലവുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളെ സമൃദ്ധിയുടെ പാതയിൽ നിന്ന് തിരിച്ചുവിടും. ഇലക്ട്രോണിക്സിന്റെ ഊർജ്ജം പണത്തിന്റെ ഊർജ്ജത്തെ മോഷ്ടിക്കുന്നത് പോലെയാണിത്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പകരം ഉടനടിയുള്ള ഉപഭോഗത്തിലേക്ക് അതിനെ തിരിച്ചുവിടുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പലപ്പോഴും സ്ട്രെസ്സുമായും മാനസിക അതിഭാരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ആധുനിക കാലത്ത്. ഈ ഉപകരണങ്ങൾക്ക് സമീപം നിങ്ങളുടെ പണം വയ്ക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ട്രെസ്സും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കും. ഇത് ഉത്കണ്ഠയുടെയും അരക്ഷിതത്വത്തിന്റെയും ഒരു ചക്രം സൃഷ്ടിക്കും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ സുരക്ഷിതവും സ്ഥിരവും നിലനിർത്താൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ തടസ്സപ്പെടുത്തുന്ന സ്വാധീനത്തിൽ നിന്ന് മാറി സമാധാനവും സ്ഥിരതയും ക്ലാരിറ്റിയും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗാരേജിൽ പണം സൂക്ഷിക്കുന്നത് ഒരു പ്രായോഗിക ആശയമായി തോന്നാം.
പ്രത്യേകിച്ച് അതൊരു സേഫിലോ നന്നായി ഒളിപ്പിച്ച ബോക്സിലോ ആണെങ്കിൽ. എന്നിരുന്നാലും ഗാരേജ് എന്നത് വസ്തുക്കൾ നിരന്തരം വരികയും പോകുകയും ചെയ്യുന്ന ഒരു പരിവർത്തന സ്ഥലമാണ്. ബുദ്ധമത പ്രബോധനങ്ങളനുസരിച്ച് ഗാരേജിനെ നിർവചിക്കുന്ന ഈ താൽക്കാലിക ഊർജം നമ്മൾ നമ്മുടെ പണത്തിനായി ആഗ്രഹിക്കുന്നതിന് വിപരീതമാണ്. നിരന്തരമായ ചലനത്തിന്റെയും ഒഴുക്കിന്റെയും അന്തരീക്ഷത്തിൽ പണം സൂക്ഷിക്കുമ്പോൾ അത് അസ്ഥിരമായി മാറും. അത് വരുന്നതുപോലെ തന്നെ വേഗത്തിൽ ഒഴുകിപ്പോകും. ഇത് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനെയും സാമ്പത്തിക സ്ഥിരതയെയും തടയുന്നു. ഗാരേജ് പലപ്പോഴും വൈവിധ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു മിശ്രിത സ്ഥലമാണ്. അവയിൽ പലതും പതിവായി ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിരിക്കും. താൽക്കാലിക സംഭരണത്തിന്റെ ഈ അന്തരീക്ഷം പണത്തിന് താൽക്കാലികമായ ഒരു ഊർജം നൽകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലം നിലനിൽക്കാത്ത ഒരു താൽക്കാലിക വസ്തുവാണെന്നതുപോലെ. ഇത് സമ്പാദിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളായോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും പണം എപ്പോഴും ഒരടയാളവുമില്ലാതെ വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നു എന്ന വികാരമായോ പ്രകടമാകും. ഗാരേജ് സാധാരണയായി വാഹനങ്ങളുമായും ഗതാഗതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ചലനത്തെയും മാറ്റത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അത്തരമൊരു സ്ഥലത്ത് പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക വിഭവങ്ങൾ ചലനത്തിലാണെന്നതിനെ പ്രതീകപ്പെടുത്തും. ഇത് അസ്ഥിരതയും അനിശ്ചിതത്വവും കൊണ്ടുവരും. നിങ്ങളുടെ പണം വളരുന്നതും പെരുകുന്നതും കാണുന്നതിനു പകരം ഗാരേജിൽ വരികയും പോകുകയും ചെയ്യുന്ന ഒരു കാറ് പോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിരന്തരം പോകുന്നതായി നിങ്ങൾക്ക് തോന്നാം. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ പണം സുരക്ഷിതത്വവും സ്ഥിരതയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗാരേജ് സാധാരണയായി വീടിനുള്ളിൽ പ്രാധാന്യം കുറഞ്ഞ ഒരു സ്ഥലമാണ്. മറ്റു മുറികളെപ്പോലെ ശ്രദ്ധയോ പരിചരണമോ ലഭിക്കാത്ത ഒരു ദ്വിതീയ സ്ഥലം. ഗാരേജിൽ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക വിഭവങ്ങളെ കുറച്ചു കാണുന്നതിനെ പ്രതിനിധാനം ചെയ്യും. അവയെ നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് തള്ളിക്കളയും. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവിലേക്ക് നയിക്കും. ഫലമായി അവഗണനയും മോശം മാനേജ്മെന്റും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും കാരണമാകും. സമൃദ്ധി ആകർഷിക്കാനും നിലനിർത്താനും പണം അതിന്റെ പ്രാധാന്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതും പോസിറ്റീവും ഉയർന്ന വൈബ്രേഷനുമുള്ളതുമായ ഊർജ്ജങ്ങളുമായി വിന്യസിച്ചിരിക്കുന്നതുമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. പലരും തങ്ങളുടെ ഓഫീസിലെ ഡ്രോയറിലോ ഡെസ്കിലോ പണം സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ഇത് സുരക്ഷിതവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് ഇതും ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. ഓഫീസോ ഡെസ്കോ തീവ്രമായ മാനസിക പ്രവർത്തനങ്ങളുടെയും ആസൂത്രണത്തിന്റെയും പലപ്പോഴും സമ്മർദ്ദത്തിന്റെയും സ്ഥലമാണ്. ഈ അന്തരീക്ഷത്തിൽ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്കണ്ഠയുടെയും അമിതഭാരത്തിന്റെയും ഊർജ്ജം നിറയ്ക്കും. ഇത് പണത്തെക്കുറിച്ചുള്ള നിരന്തര ഉത്കണ്ഠയ്ക്ക് കാരണമാകും. ഓഫീസിലെ ഡ്രോയറോ ഡെസ്കോ പലപ്പോഴും പേപ്പറുകളും വിവിധ വസ്തുക്കളും അടിഞ്ഞുകൂടുന്ന ഒരു ക്രമരഹിത സ്ഥലമാണ്. ഈ ക്രമരഹിതം പണത്തിന്റെ ഊർജ്ജത്തിലേക്ക് മാറാം. ഇത് സാമ്പത്തിക കായശക്കുഴപ്പത്തിനും ബില്ലുകളിൽ വ്യക്തതയില്ലായ്മയ്ക്കും നിങ്ങളുടെ വിഭവങ്ങളിൽ ഫലപ്രദമായ നിയന്ത്രണം നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. മാത്രമല്ല, ജോലിസ്ഥലം സമ്മർദ്ദങ്ങളുമായി സമയപരിധികളുമായി ബന്ധപ്പെട്ടിരിക്കും. ഇത് പണത്തിന്റെ ഊർജ്ജത്തെ സമൃദ്ധിയോടും പ്രശാന്തതയോടും ബന്ധപ്പെടുത്തുന്നതിന് പകരം സമ്മർദ്ദത്തോടും അടിയന്തരാവസ്ഥയോടും ബന്ധപ്പെട്ട ഒന്നായി മാറ്റും. മറ്റൊരു പ്രധാന കാര്യം, ഓഫീസ് എന്നത് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുകളെറിഞ്ഞ വിഷയങ്ങളും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. ഈ അന്തരീക്ഷത്തിൽ പണം സൂക്ഷിക്കുന്നത് പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നതിന് പകരം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ പ്രശ്നപരിഹാര ഊർജ്ജത്തെ നിറയ്ക്കും. പണം പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഒരു വിഭവമായി മാത്രം കാണപ്പെടും, പുതിയ ലക്ഷ്യങ്ങൾ വികസിപ്പിക്കാനും കൈവരിക്കാനുമുള്ള ഒരു മാർഗമായിട്ടല്ല. ഇത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ശേഷിയെ പരിമിതപ്പെടുത്തും. അവസാനമായി, ഡെസ്കും ഓഫീസ് ഡ്രോയറും ശ്രദ്ധയുടെയും സ്ഥലങ്ങളാണ്, എന്നാൽ കാർക്കശ്യത്തിന്റെ സ്ഥലങ്ങളുമാണ്. അവിടെ പണം സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കർക്കശവും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമാക്കി മാറ്റും. ഇത് സമൃദ്ധിയുടെ നാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കൂടുതൽ സുഗമവും സമർത്ഥവുമായ ഊർജ്ജം ആകർഷിക്കാൻ പണം സൂക്ഷിക്കാൻ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളില്ലാത്ത കൂടുതൽ ശാന്തവും പോസിറ്റീവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അവിടെ അത് പെരുകുകയും സ്വതന്ത്രമായി ഒഴുകുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ വിവേചനത്തോടെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ബുദ്ധമത പ്രബോധനങ്ങൾ അനുസരിച്ച് ശരിയായ സ്ഥലങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, സമൃദ്ധിയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ സ്ഥലങ്ങൾ ദൗർലഭ്യത്തിന് കാരണമാകുന്ന ഊർജ്ജ ബ്ലോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് സമൃദ്ധിയുടെ നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുന്നു. സമൃദ്ധിയും സാമ്പത്തിക സുരക്ഷിതത്വവും ആകർഷിക്കാൻ നിങ്ങളുടെ പണം എവിടെ സൂക്ഷിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ. പണം സൂക്ഷിക്കാനുള്ള മികച്ച ഓപ്ഷനുകളിലൊന്ന് കിടപ്പുമുറിയിലെ അലമാരയോ അല്ലെങ്കിൽ നിങ്ങൾ ശാന്തിയും ക്ഷേമവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു മുറിയോ പോലെയുള്ള വീടിന്റെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സേഫോ അല്ലെങ്കിൽ സുരക്ഷിത ബോക്സോ ആണ്. ഈ സ്ഥലം ക്രമീകരിച്ചതും വൃത്തിയുള്ളതും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമായിരിക്കണം. എന്നാൽ പണം നഷ്ടപ്പെടാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുള്ള തരത്തിൽ ഒളിഞ്ഞുകിടക്കാനും പാടില്ല.
സേഫോ ബോക്സോ സുരക്ഷിതത്വത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി കാണപ്പെടണം. ഇത് പണത്തിന് സ്ഥിരതയുടെ ഊർജ്ജം നൽകുന്നു. കൂടാതെ ശാന്തവും സംരക്ഷിതവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലൂടെ പണം പോസിറ്റീവായും സമാധാനപരമായും ഊർജ്ജമൊഴുകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു. മറ്റൊരു ശുപാർശ ചെയ്യപ്പെടുന്ന സ്ഥലം സെറാമിക് അല്ലെങ്കിൽ മരപ്പൊട്ടുകൾക്കുള്ളിലാണ്. നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആഗിരണം ചെയ്യാനും നിർവീര്യമാക്കാനുമുള്ള ഊർജ്ജസ്വത്തങ്ങൾക്ക് പേരുകേട്ട വസ്തുക്കളാണിവ. ഈ കണ്ടെയ്നറുകൾ ഷെൽഫുകളിൽ അല്ലെങ്കിൽ ക്യാബിനറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ നിരന്തര ചലനങ്ങൾക്ക് നേരിട്ട് തുറന്നു കാണപ്പെടാത്ത മറ്റ് വിവേചനപരമായ സ്ഥലങ്ങളിലോ സൂക്ഷിക്കാവുന്നതാണ്. സെറാമിക്കും മരവും പ്രകൃതിദത്ത വസ്തുക്കളായതിനാൽ പണത്തിന്റെ ഊർജ്ജത്തെ ഭൂമിയുമായി ബന്ധിപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഇത് സുരക്ഷിതത്വത്തിന്റെ ഒരു ഭാവം സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സമാധാനവും ആത്മവിശ്വാസവും കൊണ്ടുവരും. സ്ഥിരതയും ദീർഘകാല വളർച്ചയും പ്രോത്സാഹിപ്പിക്കും. പച്ചപ്പില്ല സസ്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് ആകർഷിക്കുന്നതിലൂടെ അറിയപ്പെടുന്ന പൈറൈറ്റ്, സിട്രിൻ തുടങ്ങിയ ക്രിസ്റ്റലുകൾ പോലെയുള്ള സമൃദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്ന വസ്തുക്കൾക്ക് സമീപം നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് പരിഗണിക്കാം. ഈ വസ്തുക്കൾ സ്ഥലം അലങ്കരിക്കുക മാത്രമല്ല, അന്തരീക്ഷത്തിലെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും സമൃദ്ധിക്കായി ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുക്കൾക്ക് സമീപം പണം വയ്ക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധിയെ സാങ്കേതികമായി ക്ഷണിക്കുകയാണ്. ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കാണുന്ന രീതി മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കും. വളർച്ചയുടെയും അവസരങ്ങളുടെയും ഒരു ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കും. പലപ്പോഴും അവഗണിക്കപ്പെടുന്നതും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു സ്ഥലമാണ് പണത്തിനായി മാത്രം നീക്കിവച്ചിരിക്കുന്ന ഒരു ഡ്രോയർ. അവിടെ നിങ്ങൾ പോസിറ്റീവ് അഫർമേഷനുകളോ സമൃദ്ധിയുടെ മന്ത്രങ്ങളോ സൂക്ഷിക്കുന്നു. ഈ ഡ്രോയർ ക്രമീകരിച്ചതും വൃത്തിയുള്ളതും സൂക്ഷിക്കണം. അവിടെ പണം വയ്ക്കുന്ന പ്രവൃത്തിയെ കൃതജ്ഞതയുടെയും പോസിറ്റീവ് ഉദ്ദേശത്തിന്റെയും ഒരു ആചാരമാക്കി മാറ്റാം. ഓരോ തവണ നിങ്ങൾ ഈ ഡ്രോയറിൽ പണം സൂക്ഷിക്കുമ്പോഴും മനസ്സിൽ ഒരു സമൃദ്ധിയുടെ അഫർമേഷൻ ആവർത്തിക്കുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സാമ്പത്തിക സുരക്ഷിതത്വവും ആകർഷിക്കുന്നു. കാലം ക്രമേണ ഈ പ്രവൃത്തി പണവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ഊർജ്ജത്തെ ശക്തിപ്പെടുത്തും. ഇത് സമൃദ്ധിയുടെ ഒരു തുടർച്ചയായ ചക്രം സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കും. സമൃദ്ധി യഥാർത്ഥത്തിൽ ആകർഷിക്കാനും നിലനിർത്താനും പണം സൂക്ഷിക്കാൻ ശരിയായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മാത്രം പോരാ. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഊർജ്ജം വർദ്ധിപ്പിക്കുന്ന ദൈനംദിന ആചാരങ്ങളും രീതികളും സ്വീകരിക്കേണ്ടത് ഒരുപോലെ പ്രധാനമാണ്. ബുദ്ധമത പ്രബോധനങ്ങളിലും മറ്റ് ആത്മീയ പാരമ്പര്യങ്ങളിലും വേരൂന്നിയ ഈ ആചാരങ്ങൾ പണവുമായി ആഴത്തിലുള്ളതും കൂടുതൽ പോസിറ്റീവുമായ ബന്ധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഉദ്ദേശ്യത്തോടെയും സ്ഥിരതയോടെയും ചെയ്യുമ്പോൾ അവയ്ക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റിയെടുക്കാൻ കഴിയും. പുതിയ അവസരങ്ങളിലേക്കും സമൃദ്ധിയുടെ സ്ഥിരമായ ഒഴുക്കിലേക്കും വഴികൾ തുറക്കും. ഏറ്റവും ശക്തമായ ആചാരങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഇതിനകം ഉള്ള പണത്തിനായുള്ള കൃതജ്ഞതയുടെ ദൈനംദിന പരിശീലനമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഉണരുമ്പോഴോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ചു മിനിറ്റ് നീക്കിവെക്കുക. അത് ശമ്പളത്തിന്റെ രൂപത്തിലായാലും സമ്മാനങ്ങളായാലും അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമായാലും ഓരോ പൈസയ്ക്കും നന്ദിയുള്ളവരായിരിക്കുക. അത് കൊണ്ടുവരുന്ന മൂല്യവും പോസിറ്റീവ് ഊർജ്ജവും തിരിച്ചറിയുക. ഈ ലളിതമായ കൃതജ്ഞതാ പ്രവൃത്തി നിങ്ങളുടെ ഊർജ്ജസ്വലമായ വൈബ്രേഷൻ ഉയർത്തുക മാത്രമല്ല, നിങ്ങൾ പണത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന വ്യക്തമായ സന്ദേശം പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. മറ്റൊരു പ്രധാന രീതി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ഊർജ്ജസ്വലമായി വൃത്തിയാക്കുക എന്നതാണ്. ധൂപവർഗം കത്തിച്ചുകൊണ്ടോ ഊർജ്ജം വൃത്തിയാക്കുന്ന സ്പ്രേകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ പതിവായി ക്രമീകരിക്കുകയും ശാരീരികമായി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടോ ഇത് ചെയ്യാം. ഈ സ്ഥലങ്ങൾ പതിവായി വൃത്തിയാക്കുന്നത് സമൃദ്ധിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കെട്ടിക്കിടക്കുന്നതോ നെഗറ്റീവോ ആയ ഊർജ്ജങ്ങളെ നീക്കം ചെയ്യുന്നു. മാത്രമല്ല, ഈ സ്ഥലങ്ങളെ പതിവായി പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷിതത്വത്തിനും അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പോസിറ്റീവ് വിഷ്വലൈസേഷനും പണത്തിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. ദിവസേന കുറച്ചു മിനിറ്റ് നീക്കിവെച്ച് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അത് വളരുന്നതും പെരുകുന്നതും ദൃശ്യവൽക്കരിക്കുക. ഈ സ്ഥലങ്ങൾ പ്രകാശവും പോസിറ്റീവ് ഊർജ്ജവും പുറപ്പെടുവിക്കുന്നതായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്തും അവസരങ്ങളും ആകർഷിക്കുന്നതായും സങ്കൽപ്പിക്കുക. ഈ രീതി പണവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ സഹായിക്കുക മാത്രമല്ല, സമൃദ്ധിയെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്വാഭാവികമായ ഭാഗമായി പ്രതീക്ഷിക്കാനും സ്വീകരിക്കാനും നിങ്ങളുടെ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഈ ദൃശ്യവൽക്കരണം യഥാർത്ഥവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക നേട്ടങ്ങളായി പ്രകടമാകും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സമൃദ്ധിയുടെ അഫർമേഷനുകൾ ഉൾപ്പെടുത്തുക. ഞാനൊരു സമ്പത്തിന്റെ കാന്തമാണ്, അല്ലെങ്കിൽ സമൃദ്ധി എനിക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു തുടങ്ങിയ 1-2 ശക്തമായ ശൈലികൾ തിരഞ്ഞെടുത്ത് ദിവസത്തിൽ പലതവണ അവ ആവർത്തിക്കുക.
പണം സൂക്ഷിക്കുമ്പോഴോ അതിനായി നീക്കിവച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൃശ്യവൽക്കരണ വേളയിലോ ഈ അഫർമേഷനുകൾ ഉറക്കെ പറയാം. ഈ അഫർമേഷനുകൾ നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയുടെ ഊർജ്ജവുമായി വിന്യാസം ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധി സ്വീകരിക്കാൻ നിങ്ങൾ അർഹരാണെന്നും തയ്യാറാണെന്നുമുള്ള ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയെ നേരിട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവിന്റെയും ചിന്തയുടെയും ഈ യാത്രയുടെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിലുടനീളം നമ്മുടെ വീട്ടിലെ സ്ഥലങ്ങളുടെ ഊർജം നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണിച്ചു തരുന്ന വിലപ്പെട്ട പ്രബോധനങ്ങൾ നമ്മൾ പര്യവേക്ഷിച്ചു. ഈ പാഠങ്ങൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് പണവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ മാറ്റിയെടുക്കാനും നിങ്ങൾ അർഹിക്കുന്ന സമൃദ്ധി ആകർഷിക്കാനുമുള്ള ആദ്യ പടിയായിരിക്കാം. പണം സൂക്ഷിക്കാൻ ശരിയായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതും കൃതജ്ഞതയുടെയും ഊർജ്ജ ശുദ്ധീകരണത്തിന്റെയും രീതികൾ സ്വീകരിക്കുന്നതും സമൃദ്ധി ആകർഷിക്കാനുള്ള പ്രധാന ചുവടുകളാണെങ്കിലും ഒടുവിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വന്തം ഭാഗ്യതയം ശില്പമാക്കുന്നത്. ഒരു സാങ്കേതിക വിദ്യയ്ക്കോ പ്രബോധനത്തിനോ നമ്മുടെ ദൈനംദിന പ്രവൃത്തികളുടെയും തീരുമാനങ്ങളുടെയും ശക്തിയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. പണം മാത്രം നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ നിർവചിക്കുന്നില്ല. നമ്മുടെ തീരുമാനങ്ങളും മനോഭാവങ്ങളും കൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ ഏത് ദിശയിലേക്ക് പോകണമെന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. കൃതജ്ഞതാ രീതികൾ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ, ഊർജ്ജസ്വലമായ അന്തരീക്ഷം നിലനിർത്തുന്നതെല്ലാം വഴികൾ തുറക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശക്തമായ ഉപകരണങ്ങളാണ്. എന്നാൽ അവയോടൊപ്പം സക്രിയവും ദൃഢനിശ്ചയവുമുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. വെല്ലുവിളികളെ അഭിമുഖീകരിച്ചും തടസ്സങ്ങളെ മറികടന്നും നമ്മുടെ സാമ്പത്തിക വിജയത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുത്തും ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ തന്നെയാണ്. സമൃദ്ധി എന്നത് നമ്മൾ ആകർഷിക്കുന്നത് മാത്രമല്ല, സമർപ്പണത്തോടും അച്ചടക്കത്തോടും ധൈര്യത്തോടും കൂടി നമ്മൾ കെട്ടിപ്പടുക്കുന്നതുമാണ്. പോസിറ്റീവായി കമ്പനം ചെയ്യുന്നതും സമൃദ്ധിയുടെ ചിന്താഗതി നിലനിർത്തുന്നതും അത്യാവശ്യമാണ്. എന്നാൽ ഈ വൈബ്രേഷനുകളെ യഥാർത്ഥ ഫലങ്ങളാക്കി മാറ്റുന്നത് പ്രവൃത്തിയാണ്. കഠിനാധ്വാനത്തിലൂടെയോ നിരന്തരം പഠനത്തിലൂടെയോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ തേടുന്നതിലൂടെയോ ആകാം. നമ്മൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി കൈവരിക്കുമോ എന്ന് നിർണ്ണയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മുടെ സമയവും പണവും എവിടെ നിക്ഷേപിക്കണമെന്നത് മുതൽ വെല്ലുവിളികളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുവരെയുള്ള ഓരോ ചെറിയ തീരുമാനവും നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ നിർമ്മാണത്തിന് സംഭാവന ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാവിയുടെ പ്രധാന ശില്പിയെന്ന് ഓർക്കുക. കൃതജ്ഞത പരിശീലിക്കുക, നിങ്ങളുടെ വൈബ്രേഷനുകൾ ഉയർന്ന നിലയിൽ നിലനിർത്തുക. എന്നാൽ എല്ലാറ്റിനും ഉപരി നിങ്ങളുടെ ഭാഗ്യദയത്തിന്റെ നിയന്ത്രണം ദൃഢമായി ഏറ്റെടുക്കുക. യഥാർത്ഥ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തി നിങ്ങളാകട്ടെ. ഒരു സമർത്ഥമായ സാമ്പത്തിക ജീവിതം സൃഷ്ടിക്കാൻ ശക്തി നിങ്ങളുടെ കൈകളിലാണെന്ന് ഓർക്കുക. നിങ്ങളുടെ പണം സൂക്ഷിക്കാൻ ശരിയായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള സമയമായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സമ്പാദ്യം സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഊർജ്ജങ്ങളുമായി യഥാർത്ഥത്തിൽ വിന്യാസം ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. ചെറിയ മാറ്റങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ രീതികൾ നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ വഴിക്ക് വരുന്ന സമ്പത്തിന്റെയും അവസരങ്ങളുടെയും ഒഴുക്കിൽ വ്യത്യാസം നോട്ടീസ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും. കൂടാതെ അവസാന ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ദൈനംദിന ആചാരങ്ങളും രീതികളും ഓർക്കുക. അവ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ ഊർജ്ജത്തെ ശക്തിപ്പെടുത്താനും സമൃദ്ധി നിരന്തരം ഒഴുകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തമായ ഉപകരണങ്ങളാണ്. കൃതജ്ഞതയുടെ ദൈനംദിന പരിശീലനം, സംഭരണ സ്ഥലങ്ങളുടെ ഊർജ്ജസ്വലമായ വൃത്തിയാക്കൽ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ, സമൃദ്ധിയുടെ അഫർമേഷനുകളെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ജീവിതം നിരന്തരം വളർച്ചയിൽ നിലനിർത്താനുള്ള ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമായ പ്രവൃത്തികളാണ്. ഈ രീതികൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. പണവുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ മാറുന്നു എന്ന് കാണുക. ഉപസംഹരിക്കുന്നതിന് മുൻപ് എന്നോടൊപ്പം ഈ സമൃദ്ധിയുള്ള യാത്ര തുടരാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ ഉള്ളടക്കം നിങ്ങൾക്ക് സഹായകരമായിരുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വരാനിരിക്കുന്ന വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയാണ് നിങ്ങൾ ഏറ്റവും ആവേശത്തോടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കമന്റുകളിൽ എന്നോട് പറയുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഷെയർ ചെയ്യുക. കൂടുതൽ സമൃദ്ധവും സമ്പന്നവുമായ ഒരു സാമ്പത്തിക ജീവിതത്തിനായി നമുക്കൊരുമിച്ച് വൈബ്രേറ്റ് ചെയ്യാം. പരക്കട്ടെ പ്രകാശം.